ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ ഒരുക്കങ്ങൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. മെയ് 21 മുതൽ ജൂൺ 10 വരെയാണ് കേരളത്തിൽ നിന്നുള്ള യാത്ര പ്രതീക്ഷിക്കുന്നത്. യാത്രയുടെ അന്തിമ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 17,768 പേർക്കാണ് അവസരം. ഇതിൽ 7,222 പുരുഷന്മാരും 10,537 സ്ത്രീകളുമുണ്ട്. കൂടാതെ 9 കുട്ടികളും. കരിപ്പൂർ വഴി 10,371 പേരും, കണ്ണൂർ വഴി 3,113 പേരും, കൊച്ചി വഴി 4,239 പേരുമാണ് യാത്രയാവുക. സംസ്ഥാനത്തു നിന്നുള്ള 37 പേർ ബംഗളൂരു, 5 പേർ ചെന്നൈ, 3 പേർ മുംബൈ വിമാനത്താവളങ്ങൾ വഴിയും പുറപ്പെടും. ആദ്യമായാണ് സംസ്ഥാനത്തു നിന്ന് ഇത്രയധികം പേർക്ക് അവസരം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം 11,252 പേർക്കാണ് അവസരം ലഭിച്ചത്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗം 7 രാവിലെ 11 മണിക്ക് കരിപ്പൂരിൽ ചേരും. ഹജ്ജ് ക്യാമ്പുകളുടെ സംഘാടക സമിതി രൂപവൽക്കരണ യോഗങ്ങൾ 7-3 മണിക്ക് കരിപ്പൂർ ഹജ്ജ് ഹൌസിലും 9-3 മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മധുസൂദനൻ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലും 13-3 കൊച്ചി സിയാൽ അക്കാദമിയിലും ചേരും. രണ്ടാം ഘട്ട പരിശീലനം മെയ് 15-നകം പൂർത്തിയാകും. വാക്സിൻ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേന വിതരണം ചെയ്യുന്നുണ്ട്. തീർത്ഥാടകരുടെ ബാഗേജുകളിൽ പതിക്കുന്നതിനുള്ള പ്രത്യേക സ്റ്റിക്കർ, വനിതാ തീർത്ഥാടകർക്കുള്ള മഫ്ത സ്റ്റിക്കർ വിതരണവും അതത് കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.